ഹോളിവുഡിലെ പ്രശസ്ത നടിയായ ഡയാൻ ലാഡ് കഴിഞ്ഞ തിങ്കളാഴ്ച അവരുടെ 89-ാം വയസ്സിൽ അന്തരിച്ചു. അവരുടെ ഒരു പ്രൊഫൈൽ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ഓസ്കാർ അവാർഡ് നിർണയത്തിലെ നോമിനേഷനിൽ 3 പ്രാവശ്യം അവർക്ക് നോമിനേഷൻ കിട്ടുകയുണ്ടായി, സപ്പോർട്ടിംഗ് ആക്ട്രസ്, സഹനടിയായിട്ട്. അത്രയ്ക്ക് പ്രശസ്തയായിട്ടുള്ള ഒരു നടിയാണ് ഡയാൻ ലാഡ്. അവൾ അഭിനയിച്ചിട്ടുള്ള പ്രശസ്തമായ ഒരു സിനിമയാണ് ആലീസ് ഡസൻറ്റ് ലിവ് ഹിയർ എനിമോർ. ആലീസ് ഡസൻറ്റ് ലിവ് ഹിയർ എനിമോർ. ഇത് മാർട്ടിൻ സ്കോർസെസെ എന്ന് പറയുന്ന പ്രശസ്ത സംവിധാനം ചെയ്ത ഒരു ഫിലിമാണ്. ഈ ഫിലിമിൽ സപ്പോർട്ടിംഗ് ആക്ട്രസ്സായിട്ടാണ് അവർ അഭിനയിച്ചത്. ഇതിൻ്റെ കഥ തന്തു എന്ന് പറയുന്നത്, ആലീസ് ഒരു വിധവയാണ്. അവളുടെ പ്രായപൂർത്തിയാകാത്ത മകനുമായിട്ട് അവരെങ്ങനെ കഴിയുകയാണ്. ഒരു ദിവസം ഇവരുടെ ഡൊണാൾഡ് എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുകയാണ്. അതിനുശേഷം നല്ലൊരു ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഇവർ മെക്സിക്കോയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ബെൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് കണ്ടുമുട്ടുകയാണ്. ആലീസ് ആ ചെറുപ്പക്കാരനായിട്ട് പ്രണയബദ്ധരാകുന്നു. എന്നാൽ ബെന്നിൻ്റെ ഭാര്യ റീത്ത ഇതറിഞ്ഞ് ഇവിടെ വന്ന് ഇവരുടെ ഇടയിൽ ഇടംകൊല്ലിടുകയാണ്. റീത്ത വന്നപ്പോൾ റീത്തയെ ബെൻ നല്ലപോലെ മർദ്ദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മർദ്ദിച്ചതിന് ശേഷം ആലീസിനെ മർദ്ദിക്കുകയാണ്. അവൾക്ക് അവിടെയും ജീവിക്കാൻ കഴിയുന്നില്ല. മകനായിട്ട് അവൾ യാത്രയാകുകയാണ്. ഇതാണ് ഈ സിനിമയുടെ പ്രമേയം. ഈ സിനിമയിലെ അഭിനയത്തിനാണ് സപ്പോർട്ടിംഗ് ആക്ട്രസ് സഹനടിക്കുള്ള അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.